113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ ഇന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനത്തെ സർസംഘചാലക് അഭിസംബോധന ചെയ്യും. പരിഷത്തിലേക്ക് 1 ലക്ഷത്തിലധികം പേരെത്തുമെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂരും മിഥുൻ മുരളിയും ഒപ്പം ചേരും. ആദ്യം അരുൺ കൊടുങ്ങൂരിലേക്ക്. അരുൺ, സർസംഘചാലക് ഇന്നലെ എത്തിയിരുന്നു. കേസരിയുടെ തപസ്യയുടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇന്നിപ്പോൾ ഹിന്ദുമത പരിഷത്തിലേക്ക് എത്തുന്നു. അവിടെ ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ഏവരും ഉറ്റുനോക്കിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും കാലിക പ്രസക്തമായ, ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരളത്തെ സംബന്ധിച്ചോളം, ഹൈന്ദവ ജനതയെ സംബന്ധിച്ചോളം ഏറ്റവും സുപ്രധാനമായുള്ള ഒരു സമ്മേളനമാണ് ഇന്ന് അയിരൂർ ചെറുകോൽപ്പുഴയിൽ നടക്കുക. അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. നമുക്കറിയാം, ഹൈന്ദവ ജനതയ്ക്ക് നേരെ ഉണ്ടാകുന്ന കടന്നുകയറ്റങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന കടന്നുകയറ്റങ്ങൾ, ആ ഒരു സമയത്താണ് ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മിഥുൻ മുരളി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയൊരു ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ കാലിക പ്രസക്തമായ ഒരു സമ്മേളനം കൂടിയല്ലേ ഇന്ന് നടക്കുക. തീർച്ചയായിട്ടും സനാതനധർമ്മം വെല്ലുവിളി നേരിടുന്ന ഒരു സമയം, ഒപ്പം തന്നെ സനാതന ധർമ്മ മൂല്യങ്ങൾ കൂടുതൽ പ്രചാരമാകേണ്ട ഒരു സമയം. പ്രയാഗ്രാജിൽ കുംഭമേള നടക്കുന്നു. അതിനോടനുബന്ധിച്ച് മറ്റൊരു പതിപ്പ് എന്ന നിലയിലാണ് പല സന്യാസി ശ്രേഷ്ഠന്മാരും ഈ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിനെയും കണക്കാക്കുകയും ചെയ്യുന്നത്. 1 മാസം നീണ്ടു നിന്ന വിവിധ പരിപാടികൾ ഈ ഏകതാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ പുരോഗമിക്കുന്നു. 1 ലക്ഷത്തോളം ആളുകൾ ഈ പരിപാടിയിൽ ഇന്ന് നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ സർസംഘചാലകനെ ശ്രവിക്കുന്നതിന് വേണ്ടി എത്തും എന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും സർസംഘചാലകന്റെ മഹത്തായ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് പരിഷത്ത് ഭൂമിയിലേക്ക് എത്തുന്ന മുഴുവൻ ആളുകൾക്കും ഇരിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ തിരിച്ചുകൊണ്ടാണ് ഇവിടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ വിവിധ ഭാഗങ്ങളിലായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. സമ്മേളന വീഥി പൂർണ്ണമായിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ വലയത്തിലാണ്, നിരീക്ഷണത്തിലാണ്. മറ്റു ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം പൂർത്തിയാക്കി. കൊച്ചിയിലെ പരിപാടികൾ പൂർത്തിയാക്കി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പത്തനംതിട്ടയിലേക്ക് എത്തുക. പന്തളത്താണ് അദ്ദേഹം എത്തുന്നത്. പന്തളത്താണ് അദ്ദേഹത്തിന് വിശ്രമം ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം 3:20 ചെറുകോൽപ്പുഴയിലേക്ക് അദ്ദേഹം തിരിക്കും. വാദ്യമേളങ്ങളുടെയും പത്തനംതിട്ടയുടെ തനതായ പാരമ്പര്യത്തിന്റെ, ആറന്മുള വഞ്ചിപ്പാട്ടിന്റെയും ഒക്കെ സ്വീകരണത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചാനയിച്ച് പ്രധാന വേദിയിലേക്ക് എത്തിക്കും. വൈകിട്ട് 4 മണിക്ക് അദ്ദേഹം വേദിയിലെത്തും. 4:15 ഒരു പുസ്തക പ്രകാശനം ഈ വേദിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിനുശേഷം 4:30 പരിപാടി ആരംഭിക്കും. കഴിഞ്ഞ കാലങ്ങളായിട്ട് ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു എന്നുള്ള അറിയിപ്പ് ലഭിച്ചത് മുതൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അദ്ദേഹത്തെ ശ്രവിക്കുന്നതിന് വേണ്ടി കാതോർത്ത മുഴുവൻ ആളുകളുടെയും ആ ഒരു സുവർണ നിമിഷത്തിന്റെ സമയമാണ് വൈകിട്ട് 4:30 മുതലുള്ള 1.5 മണിക്കൂർ സമയം. 1.5 മണിക്കൂറോളം അദ്ദേഹം ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു സംസാരിക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അരുൺ കൊടുങ്ങൂരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ നേരത്തെയൊക്കെ തന്നെ സംഘാടകർ പറഞ്ഞ ഈ 113 വർഷം പിന്നിടുമ്പോഴും ഈ സർസംഘചാലകന്റെ ഈ ഒരു സന്ദർശനം അത് ഒരു വലിയ ദേശീയ ശ്രദ്ധയിലേക്ക് തന്നെ ഈ സമ്മേളനത്തെ എത്തിക്കുക. അതോടൊപ്പം തന്നെ ഇതിലേറ്റവും പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ഹിന്ദു മഹാമണ്ഡലം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയങ്ങൾ കൃത്യമായി ലോകത്തെവിടെയും എത്തുന്ന രീതിയിലുള്ള ഒരു വലിയ ആശയ പ്രചരണത്തിന് കൂടിയല്ലേ ഇന്ന് തുടക്കമാകുന്നത്. തീർച്ചയായിട്ടും ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ കഴിഞ്ഞ ദിവസം ജനം ടിവിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതും അത് തന്നെയായിരുന്നു. ഈ ഹിന്ദുമത പരിഷത്തിന്റെ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കി, ഒരു പതിറ്റാണ്ടും പൂർത്തിയാക്കിയ ഹിന്ദുമത പരിഷത്തിന്റെ ആശയങ്ങൾ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ സർസംഘചാലകന്റെ ആ സാന്നിധ്യത്തിലൂടെ സഹായകമാകും. കൂടുതൽ വിപുലമായ രീതിയിൽ വരും വർഷങ്ങളിൽ പരിഷത്ത് സംഘടിപ്പിക്കുവാൻ സഹായകമാകും. അത് ചട്ടമ്പി സ്വാമികളുടെ ഈ പരിഷത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ചട്ടമ്പി സ്വാമികളുടെ ഒരു നിയോഗമായിട്ടാണ്, ഒരു അനുഗ്രഹമായിട്ടാണ് സർസംഘചാലകന്റെ സാന്നിധ്യത്തെ ഹിന്ദുമത മഹാമണ്ഡലം ഭാരവാഹികൾ നോക്കിക്കാണുന്നത്. അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് അവർ നടത്തുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് സനാതനധർമ്മ വെല്ലുവിളികൾ നേരിടുന്ന, സനാതനധർമ്മം പല ഭാഗങ്ങളിൽ നിന്നും പലതരത്തിലുള്ള വെല്ലുവിളികൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിഷത്ത് നടക്കുന്നു. സനാതന മൂല്യങ്ങൾ ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കുന്ന ഒരു ജ്ഞാന സൂര്യനായിട്ട് ഈ ഹിന്ദുമത പരിഷത്ത് വേദി മാറുന്നു. ഒരാഴ്ച നീണ്ടുനിന്ന വിവിധ പ്രബോധനങ്ങൾ, രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാരുടെ വിപുലമായിട്ടുള്ള പ്രബോധനങ്ങൾ
പ്രമുഖരായിട്ടുള്ള ഹൈന്ദവ വാഗ്മികൾ അവർ പ്രഭാഷണങ്ങൾ നടത്തുന്നു. അങ്ങനെ പ്രഭാഷണ പരമ്പരകളിലൂടെയെല്ലാം ഒരു ഹൈന്ദവ ജ്ഞാനത്തിൻ്റെ ഒരു വിജ്ഞാന സൂര്യനായിട്ട് ഈ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് മാറുമ്പോൾ ആ വേദിയിലേക്ക് സർസംഘചാലകൻ ഡോക്ടർ മോഹൻ ഭാഗവത് എത്തുന്നത് ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കിയ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ആ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ മേധാവി ഈ വേദിയിലേക്ക് എത്തുന്നത് എന്നത് മറ്റൊരു ചരിത്ര നിയോഗമായി മാറുകയാണ്. ഹിന്ദുമത പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദുമത പരിഷത്തിൻ്റെ ആ ഒരു ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതു ഏടായിട്ട് മാറുകയാണ് സർസംഘചാലകൻ്റെ ഈ വേദിയിലെ സാന്നിധ്യം എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം 158 ഹൈന്ദവ സംഘടനകളിലെ പ്രതിനിധികൾ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ സർസംഘചാലക കേരളത്തിലേക്ക് എത്തുമ്പോൾ, ഹിന്ദുമത പരിഷത്തിലേക്ക് എത്തുമ്പോൾ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഹൈന്ദവ സംഘടനകളുടെ ഒരു സംഗമത്തിന് കൂടിയാണ് ഈ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് വേദിയാകുന്നത്. 158 സംഘടനകളിൽ നിന്നുള്ള, ഹൈന്ദവ സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇന്ന് ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേക ഈ വേദിയിൽ പ്രത്യേക ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സന്യാസി ശ്രേഷ്ഠർ, രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുള്ള സന്യാസി ശ്രേഷ്ഠർ ഇന്ന് ഹൈന്ദവ ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് ഹിന്ദു ഏകതാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ചു വന്നത്. വിവിധ പമ്പ ആരതി, നദീപൂജ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി. ഹിന്ദു നേതൃയോഗങ്ങൾ വിവിധ ഇടങ്ങളിലായിട്ട് പൂർത്തിയാക്കി. ഒപ്പം വൃക്ഷത്തൈ വിതരണം, 1 ലക്ഷത്തോളം വൃക്ഷത്തൈകളാണ് പത്തനംതിട്ട ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായിട്ട് വിതരണം ചെയ്തത്. ഒപ്പം കഴിഞ്ഞ ഒരു മാസക്കാലമായി വിവേകാനന്ദ സ്വാമി ജയന്തി, സുഭാഷ് ചന്ദ്രബോസ് ജയന്തി ദിനവും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തി. 63 പഞ്ചായത്തുകളും 5 നഗരസഭകളും കേന്ദ്രീകരിച്ചുകൊണ്ട് 68 ഇടങ്ങളിലായിട്ടാണ് ഹിന്ദു ഏകതാ സമ്മേളനത്തെ വരവേൽക്കുന്നതിനുള്ള വിവിധ പരിപാടികൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി പൂർത്തീകരിച്ചത്. ഇതിൻ്റെ എല്ലാം ഒരു പൂർത്തീകരണത്തിൻ്റെയും എല്ലാം ഒരു ഇതായിട്ട് മാറുകയാണ് ഇന്ന് ഈ പമ്പാ തീരത്ത് അദ്ദേഹം എത്തുമ്പോൾ. സർസംഘചാലകൻ ഡോക്ടർ മോഹൻ ഭാഗവത് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്തായ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിമിഷവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അരുൺ കൊടുങ്ങൂർ പ്രയാഗ്രാജിൽ ആ പുണ്യ സ്നാന കർമ്മങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എത്തിയ സന്യാസി ശ്രേഷ്ഠരുമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അതിൻ്റെ ഒരു ചെറു പതിപ്പായിട്ട് ഇവിടുത്തെ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് മാറുകയാണ്. പമ്പാ തീരവും ആലുവ നദീതടവും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവിടെ കുംഭമേളയ്ക്ക് സമാനമായ ഹൈന്ദവ ധർമ്മ പ്രചാരണ മഹോത്സവങ്ങൾ സംഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സർസംഘചാലകന്റെ ഈ സാന്നിധ്യം അത്തരത്തിലുള്ള മഹത്തായ ആശയങ്ങൾ കേരളത്തിൽ ഉയർന്നു വരുന്നതിനുള്ള ഒരു സാധ്യത കൂടി, ആ ആശയത്തിന് കൂടിയല്ലേ കാരണമാകുന്നത്? തീർച്ചയായും. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹിന്ദു ഏകതാ സമ്മേളനം, ആ ഒരു വാക്കിലൂടെ തന്നെ, ആ ഒരു പേരിലൂടെ തന്നെ ഈ യോഗത്തിന്റെ ഒരു പ്രസക്തി അത് കൃത്യമായി തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുക. എന്തായാലും ആ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ആ പങ്കെടുത്ത് അദ്ദേഹം പറയുന്ന വാക്കുകൾ അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്ത് കാണേണ്ടത്. എന്തായാലും ആ ഒരു സമ്മേളനത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കണം. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കണം. എന്തായാലും എല്ലാവരും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് തന്നെ കാതോർക്കുകയാണ്. കൃഷ്ണരാജ, രജനി. എന്തായാലും സനാതന വിശ്വാസങ്ങളുടെ സംഗമ തീരമായി പമ്പാ തീരം മാറുന്നു. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ ഇന്ന് സർസംഘചാലകൻ ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. ഒപ്പം ഹിന്ദു ഒരു കാര്യം കൂടി അരുൺ കൊടുങ്ങൂർ, കിരൺ, അതായത് നമുക്ക് ഇനിയും ഈ വാർത്തയിലേക്ക് പുത്തൻപുള്ളിയിൽ തന്നെ വരേണ്ടി വരും എന്ന് തോന്നുന്നു. മുഖ്യ സംഘാടകരുമായൊക്കെ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ മിഥുൻ മുരളിയും അരുൺ കൊടുങ്ങൂരുമാണ് നമ്മളോടൊപ്പം വിശദാംശങ്ങൾ പങ്കുവച്ചത്.